വെൽക്കം ടു ആക്സോണസ് ലേണിംഗ് ഓൺലൈൻ ക്ലാസ്സസ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സോഷ്യോളജിയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ്. എല്ലാവരും എക്സാമിൻ്റെ ടെൻഷനിലായിരിക്കും എന്നറിയാം, പക്ഷെ ഒരു ടെൻഷനും വേണ്ട. നമ്മളിതാ സോഷ്യോളജീൻ്റെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. നമ്മൾ നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് കോഡ് നമ്പർ 69/May/4 സെറ്റ് എ എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആരും ഒരു ടെൻഷനും വേണ്ട. നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടുകൾ ഏതാണെന്ന് നിങ്ങളോട് പറയും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നമ്മളിവിടെ കവർ ചെയ്യുന്നതാണ്. കൂടാതെ അതിൻ്റെ ഒപ്പം വരുന്ന നിങ്ങൾ ഏതൊക്കെ ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം എന്നുള്ളതും നിങ്ങൾക്ക് എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. സോ ആരും എക്സാം ആണ് എന്ന് കരുതിയുള്ളൊരു ടെൻഷനും വേണ്ട. ഇപ്പം ഈ ഒരു എക്സാം ടൈമിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് മാക്സിമം നമ്മളെ കൊണ്ട് കഴിയുന്നത് പഠിക്കുക എന്നുള്ളതാണ്. ഈ ഒരു സമയത്ത് മൊത്തത്തിൽ സിലബസ് കവർ ചെയ്യുക എന്നുള്ളത് മേ ബി ചിലപ്പോൾ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമായിരിക്കും. നേരത്തെ പഠിച്ചിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ അത് വലിയ ഡിഫിക്കൽട്ട് ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാതാ മതി. പക്ഷേ പഠിക്കാതെ എക്സാമിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഇപ്പോൾ നോക്കുന്ന ആളുകൾക്ക് എന്താണ്, നമ്മൾ കുറച്ചൊന്ന് മെനക്കെട്ടിട്ട് എന്ത് ചെയ്യണം, സിലബസ് നോക്കിയിട്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏതാണ് എന്നുള്ളത് നോക്കിയിട്ട് അത് മാത്രം പഠിച്ചു പോവുക എന്നുള്ളതാണ് ഇപ്പം നമ്മുടെ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റഡി മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സോഷ്യോളജിയുടെ ലേറ്റസ്റ്റ് ചേഞ്ച് ആയിട്ടുള്ള പുതിയ പാറ്റേണുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, ഇവിടെ ഡിസ്കസ് ചെയ്യുന്നതാണ്. കൂടാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്കും നമ്മളിവിടെ കവർ ചെയ്യും. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്ക് ഇത് നിങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ പഠിച്ചു പോകണം. അപ്പോൾ എന്താണ്, അത് നിങ്ങൾക്ക് എക്സാമിന് വരുന്നതായിരിക്കും. അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമായിട്ടാണ് ഞാൻ നിങ്ങളെ മുമ്പിൽ വന്നിട്ടുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ പറഞ്ഞു നമ്മൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതാണ്, കോഡ് നമ്പർ 69/May/4 സെറ്റ് എ എന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ നോക്കുന്നത്. സോ നമുക്ക് ആദ്യം ഏതൊക്കെയാണ് നമുക്ക് ഈ ഒരു എക്സാമിൽ പഠിക്കാനുള്ള സിലബസ് എന്നുള്ളത് നോക്കണം. വേണ്ടേ? ആദ്യം സിലബസ് അറിയാതെ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. സിലബസ് അറിഞ്ഞ് ഏതൊക്കെ ടോപ്പിക്കാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്നാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത്. സോ ഫസ്റ്റ് നമുക്ക് നമ്മുടെ എക്സാമിന് വരുന്ന ഭാഗങ്ങൾ മാത്രം ഏതാണ് എന്നുള്ളത് നോക്കാം. ബുക്ക് മൊത്തം നിങ്ങൾ പഠിച്ചു പോവേണ്ട. ഓക്കെ. സോ ഫസ്റ്റ് നമുക്ക് വരാനുള്ളത്, അതായത് നമ്മൾ പബ്ലിക് എക്സാമിന് ഉണ്ടാവുന്ന ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് L3 സോഷ്യോളജി, ഇറ്റ്സ് റിലേഷൻഷിപ്പ് വിത്ത് അതർ സോഷ്യൽ സയൻസ് എന്നുള്ളൊരു ചാപ്റ്റർ ഉണ്ടായിരിക്കും. മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഓഫ് റിസർച്ച് ഇൻ സോഷ്യോളജി എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ഉണ്ടായിരിക്കും. സോഷ്യൽ കമ്മ്യൂണിറ്റി അസോസിയേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. നെക്സ്റ്റ് ചാപ്റ്റർ സോഷ്യൽ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് മൊഡ്യൂളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് മാരേജ്, ഫാമിലി, കിൻഷിപ്പ്, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, ഹൈറാർക്കി, ഡിഫറൻസിയേഷൻ ആൻഡ് ഇൻഇക്വാലിറ്റി. ഈ ഒരു മൊഡ്യൂളിൽ ഇത്രയും ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച്, പ്രോസസ്സസ് ഓഫ് സോഷ്യൽ ചേഞ്ച്, സോഷ്യലൈസേഷൻ, സോഷ്യൽ കൺട്രോൾ. ഈ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ ഇന്ത്യൻ സൊസൈറ്റി, ട്രൈബൽ, റൂറൽ ആൻഡ് അർബൻ എന്നുള്ള ചാപ്റ്റർ ഉണ്ടായിരിക്കും. കാസ്റ്റ് സിസ്റ്റം ഇൻ ഇന്ത്യ എന്നുള്ള ചാപ്റ്റർ ഉണ്ടായിരിക്കും. മേജർ റിലീജിയസ് കമ്മ്യൂണിറ്റീസ് ഇൻ ഇന്ത്യ, മേജർ സോഷ്യൽ പ്രോബ്ലംസ് ഇൻ ഇന്ത്യ, പ്രോബ്ലംസ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആൻഡ് പ്രോബ്ലംസ് ഓഫ് അതർ ഡിപ്രൈവ്ഡ് സെക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്ററും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് എന്ന് പറയുന്നത് ഇത്രയാണ് നമ്മുടെ മെയിൻ മൊഡ്യൂൾസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്കുള്ള മൊഡ്യൂൾസ് എന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷണൽ മൊഡ്യൂളാണ്. ആ ഓപ്ഷണൽ മൊഡ്യൂളിൽ നമ്മൾ ഏതാണ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്, സ്റ്റാറ്റസ് ഓഫ് വിമൺ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷണൽ മൊഡ്യൂളാണ് നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അതിൽ നമുക്ക് വരുന്ന ചാപ്റ്റേഴ്സ് നിങ്ങൾ കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് പ്രോബ്ലംസ് ഓഫ് വിമൻ, ക്വസ്റ്റ് ഫോർ ഇക്വാലിറ്റി ആൻഡ് വിമൻ എംപവർമെൻറ്റ്, ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ പെർസ്പെക്റ്റീവ്, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റേഴ്സ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. ക്ലിയർ? ഇത്രയാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ സിലബസ് നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് എന്താണ് ഡിസ്കസ് ചെയ്യാനുള്ളത്, നമ്മുടെ
ക്വസ്റ്റ്യൻ പാറ്റേൺ അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. ഇൻസ്ട്രക്ഷൻസ് നോക്കിയിട്ട് അതിൻ്റെ മാർക്കും അല്ലെങ്കിൽ എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്നൊക്കെ അറിഞ്ഞിട്ട് വേണ്ടേ നമ്മൾ ചെയ്യാൻ, എത്ര ടൈം ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നോക്കണം. അതിനനുസരിച്ച് ടൈം മാനേജ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, എക്സാം അറ്റൻഡ് ചെയ്യാൻ. സോ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇൻസ്ട്രക്ഷൻസ് ഒന്ന് നോക്കിയിട്ട് പോവാം. ഇതിൽ സോഷ്യോളജി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 100 ആണ്. നിങ്ങളുടെ മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 100 ആണ്. ടൈം നിങ്ങൾക്ക് 3 hours ടൈം ഉണ്ടായിരിക്കും. പിന്നെ മൊത്തത്തിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 49 ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടലി നിങ്ങൾക്ക് വരുന്നത്. ഓൾ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യൽ കമ്പൽസറി ആണ്. അതായത് 49 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 49 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്തിരിക്കണം. ഓരോ ക്വസ്റ്റ്യൻ്റെ നേരെയും അതിനുള്ള മാർക്ക്, റെസ്പെക്റ്റീവ് മാർക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ഓപ്ഷണൽ മൊഡ്യൂൾ 1, 2 ഉണ്ടായിരിക്കും. അതിൽ നിങ്ങൾ ഏതെങ്കിലും ഒന്നാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുള്ള മൊഡ്യൂൾ എന്ന് പറയുന്നത് ഓപ്ഷണൽ മൊഡ്യൂൾ 1 ആണ്. ഓക്കെ, നെക്സ്റ്റ് സെക്ഷൻ എ, സെക്ഷൻ ബി എന്ന് പറഞ്ഞിട്ട് 2 പാർട്ടാക്കി തിരിച്ചിട്ടുണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ. അതിൽ സെക്ഷൻ എയിൽ വരുന്നത് 1 to 25 ക്വസ്റ്റ്യൻസ് ആണ്. സെക്ഷൻ ബിയിൽ വരുന്നത് 26 to 49 ക്വസ്റ്റ്യൻസ് ആണ്. ഇനി സെക്ഷൻ 1A നമ്മൾ നോക്കുന്നത് 1 to 17 ആൻഡ് 41 to 43 എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 1 മാർക്കായിരിക്കും. നിങ്ങൾക്ക് അതിനെന്തുണ്ടാവും, ഓപ്ഷൻസ് ഉണ്ടാവും. ഓപ്ഷൻസ് നോക്കിയിട്ട്, ഓപ്ഷൻസ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഈസിയാണ്. കാരണം ചിലപ്പോൾ നമ്മൾ പഠിച്ചു പോയതാണെങ്കിൽ ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, പെട്ടെന്ന് ഓർമ്മ വരും. അതുകൊണ്ട് ഓപ്ഷൻസ് നോക്കിയിട്ട് കറക്റ്റ് ആയത് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതുക. നെക്സ്റ്റ്, പിന്നെ കൂടാതെ നിങ്ങൾ ഓപ്ഷൻസ് എഴുതുന്ന സമയത്ത് ജസ്റ്റ് എ എന്ന് മാത്രം എഴുതരുത്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എ എന്ന് എഴുതരുത്. എ എന്നുള്ള ക്വസ്റ്റ്യൻ എ എന്ന് എഴുതിയിട്ട് അതിന് നേരെ ഏതാണോ ആ വേർഡ്, അതല്ലെങ്കിൽ ഏതാണോ ആ ആൻസർ, അത് നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ ആൻസർ പേപ്പറിൽ എഴുതിയിരിക്കണം. ക്ലിയർ? നെക്സ്റ്റ്, നിങ്ങൾക്ക് 18 to 25 ക്വസ്റ്റ്യൻസും 44 to 47 ക്വസ്റ്റ്യൻസും എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. യു ഹാവ് നോ ഓപ്ഷൻസ്. നിങ്ങൾക്ക് എന്തുണ്ടാവില്ല, ഓപ്ഷൻസ് ഉണ്ടായിരിക്കില്ല. 18ഉം 19ഉം 21 ക്വസ്റ്റ്യൻസ്, 21st ക്വസ്റ്റ്യൻസും 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. രണ്ടിലും 2 സബ് പാർട്ടുകൾ ഉണ്ടാവും. അതായത് 18 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനിൽ എ ബി എന്നുള്ളതാണ്. എക്ക് 1 മാർക്ക്, ബിക്ക് 1 മാർക്ക്. അങ്ങനെയാണ് നിങ്ങൾ ആൻസർ എഴുതേണ്ടതായിട്ടുള്ളത്. 20ാമത്തെ ക്വസ്റ്റ്യൻസ് അതുപോലെ 5 മാർക്കാണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത്. 5 മാർക്ക് എന്ന് പറയുമ്പോൾ എസ് അല്ല, അത് 1 വേർഡ് തന്നെയാണ്. 5 സബ് പാർട്ടുകൾ ആയിട്ടുണ്ടാവും. എ ബി സി ഡി ഇ എന്ന് പറഞ്ഞിട്ടുള്ള 5 സബ് പാർട്ടുകൾ ഉണ്ടാവും. ഓരോന്നിനും ഓരോ മാർക്ക് വീതം. അങ്ങനെയാണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് 22 എന്നുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 3 മാർക്കാണ്. അതിന് 3 സബ് പാർട്ടുകൾ ഉണ്ടാവും. ഓരോ സബിനും ഓരോ മാർക്ക് വീതമായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. 23, 24, 25 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 4 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. 4 സബ് പാർട്ടുകൾ ഉണ്ടാവും. എ ബി സി ഡി എന്ന് പറഞ്ഞ 4 സബ് പാർട്ടുകൾ ഉണ്ടാവും. എക്ക് 1 മാർക്ക്, ബിക്ക് 1 മാർക്ക്, അങ്ങനെയായിരിക്കും വരുന്നത്. ഓക്കെ, 44 മുതൽ 47 വരെ 1 മാർക്ക് ആണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ നെക്സ്റ്റ് എന്ന് പറയുന്നത് 18 മുതൽ 25 വരെയും 44 മുതൽ 47 വരെയുള്ള ക്വസ്റ്റ്യന് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അത് പിന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസും നോക്കിയിട്ട് എഴുതുക. എത്രയാണോ മാർക്ക് അതിനനുസരിച്ചാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ആൻസർ എഴുതേണ്ടത്. അപ്പോൾ സെക്ഷൻ എ കഴിഞ്ഞു. നെക്സ്റ്റ് സെക്ഷൻ ബി ആണ്. 26 മുതൽ 49 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് നമ്മൾ എസ് ആയിട്ട് എഴുതണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് 26 മുതൽ 31 വരെയും 48ഉം ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. 2 മാർക്കായിരിക്കും ഉണ്ടാവുന്നത്. നിങ്ങൾ ഒരു 80 മുതൽ 120 വേർഡ് വരെ ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അതിൻ്റെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. 32ഉം to 38 എന്ന് പറയുന്നത് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ 2 മാർക്കല്ല, 3 മാർക്കാണ്. ഷോർട്ട് ആൻസർ ഉള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 2 മാർക്കിനുള്ള 3 മാർക്കിനുള്ളതുണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എഴുതലും അല്ലെങ്കിൽ നമ്മുടെ ആൻസറിൻ്റെ ഡ്യൂറേഷനും നമ്മളും ലെങ്ത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കൂട്ടേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ നോക്കുക. നിങ്ങൾക്ക് അതിലൊരു മിസ്റ്റേക്ക്
മിസ്റ്റേക്കോ ഒരു കൺഫ്യൂഷനോ നിങ്ങൾക്ക് വരാൻ പാടുള്ളതല്ല. നെക്സ്റ്റ് 39, 14 അതുപോലെ 49 എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ദാറ്റ് മീൻസ് അതാണ് നമ്മളുടെ എസ്സേ എന്ന് പറയുന്നത്. ആ എസ്സേ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക, മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതിൽ മിനിമം നമ്മൾ 400 to 500 വേർഡ്സ് എങ്കിലും എഴുതണം എന്നാണ് ഇവർ നമ്മോട് പറയുന്നത്. ക്ലിയർ? ഇത്രയാണ് നമ്മുടെ എക്സാമിന് നിങ്ങൾക്കുള്ള ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾ നോക്കിക്കോ, ഈ ഒരു ക്ലാസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും എക്സാമിന് പാസ്സാവാനുള്ള സംഭവങ്ങൾ നിങ്ങൾക്ക് എന്തുണ്ടാവും, ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ബാക്കി നമ്മുടെ കയ്യിൽ മാത്രമല്ല, നിങ്ങൾ കൂടി നോക്കണം. ഇത് കണ്ട് മാത്രം പോര്, നമ്മൾ പറയുന്ന എക്സ്ട്രാ പറയുന്ന ടോപ്പിക്കുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ആ ഭാഗം കൂടി നോക്കി പോകണമെന്ന് നമ്മൾ കുറച്ച് ടോപ്പിക്സ് പറയുന്നുണ്ട്. ആ ടോപ്പിക്ക് കൂടി കവർ ചെയ്തിട്ട് വേണം നിങ്ങൾ പോവാൻ. അല്ലാതെ ഈ ഒരു ക്ലാസ് കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം കിട്ടും. കൂടാതെ കുറച്ചുകൂടി മാർക്ക് സ്കോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മറ്റുള്ള ടോപ്പിക്സ് കൂടി കവർ ചെയ്ത് പോവേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് എന്നുള്ള രീതിയിൽ നിങ്ങളോട് പറയാനുള്ളത്. നെക്സ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഹിസ്റ്ററി ബേസസ് ഇറ്റ്സെൽഫ് ഓൺ അനാലിസിസ് ഓഫ്. ആൻസറിൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് വരുന്നത്. എ ഒബ്സർവേഷൻ, ബി ഡോക്യുമെന്റ്സ് ആണ്, സി ജനറൽ സ്റ്റഡീസ് ആണ്, ഡി കമ്പാരിറ്റീവ് ഡാറ്റ ആണ്. അതായത് ഹിസ്റ്ററി എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ അനാലിസിസ് നടത്തേണ്ടത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഒബ്വിയസ്ലി ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? നിങ്ങൾക്ക് പഠിക്കാതെ പോയ ഒരാൾക്ക് തന്നെ ആലോചിച്ച് കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ. നമ്മുടെ കോമൺ സെൻസ് വെച്ചിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ. ബി എന്ന് പറയുന്ന ഡോക്യുമെൻ്റ് എന്നുള്ളതാണ് ആൻസർ എന്നുള്ളത്. എന്തുകൊണ്ടാണ്? കാരണം ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഹിസ്റ്ററിയിലെ അല്ലെങ്കിൽ ഏതൊരു സബ്ജക്റ്റിനായാലും നമുക്ക് റിട്ടൺ റെക്കോർഡ്സ് ആണ് മെയിൻ ആയിട്ടുള്ള ഒരു പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത് ആണല്ലോ. ഈ പ്രൈമറി ഡാറ്റ ആയിട്ട് നമ്മൾ കണക്കാക്കുന്ന ഡോക്യുമെന്റ്സ് റിട്ടൺ റെക്കോർഡ്സ് ആണ് എന്തെന്ന് പറയുന്നത് നമുക്ക് അനലൈസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഹിസ്റ്ററി നമുക്ക് ഒരു റിസർച്ച് ചെയ്യാനുള്ളതും അനലൈസ് ചെയ്യാനുള്ളതൊക്കെ ആയിട്ടുള്ളൊരു മാർഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഒരുപാട് പഠിക്കണമെന്നുണ്ടോ? അല്ലാതെ തന്നെ നമ്മുടെ ഒരു കോമൺ സെൻസ് വെച്ച് ആലോചിച്ചിട്ട് നിങ്ങൾക്ക് എഴുതിക്കൂടെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. ഡോക്യുമെന്റ്സ് ആർ എസെൻഷ്യൽ ടു ദിസ് മെത്തേഡ് ബിക്കോസ് ദി ഇൻഫോർമേഷൻ യൂസ്ഡ് ബൈ ഹിസ്റ്റോറിയൻസ് പ്രൈമർലി ഇൻക്ലൂഡ് വേരിയസ് ഫോംസ് ഓഫ് റിട്ടൺ റെക്കോർഡ്സ്. അതായത് ഹിസ്റ്റോറിയൻസ് പ്രൈമറി ഡാറ്റ ആയിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു കാര്യം നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ പ്രൈമറി ഡാറ്റ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്. അത് റിട്ടൺ റെക്കോർഡ്സ് ആണ്. അതാണ് നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ടാണ്. ഇക്കണോമിക് സ്റ്റഡീസ് ദ ആസ്പെക്ട് ഓഫ്. അപ്പോൾ നമ്മൾ പറഞ്ഞു, അതായത് എക്കണോമിക്സ് വന്നു, ഹിസ്റ്ററി വന്നു. നമ്മുടെ സബ്ജക്റ്റ് ഏതാ? സോഷ്യോളജി അല്ലേ? പിന്നെന്താണ് ഈ എക്കണോമിക്സും ഹിസ്റ്ററിയൊക്കെ വരുന്നത്? അതായത് എക്കണോമിക്സ്, ഹിസ്റ്ററി, പൊളിറ്റിക്സ് ഇങ്ങനെയുള്ള മറ്റുള്ള ഡിസിപ്ലിനുമായിട്ടുള്ള റിലേഷൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ തന്നെ നിങ്ങൾക്കുണ്ട്. രണ്ടാമത്തെ ചാപ്റ്റർ നിങ്ങൾക്ക് അതാണ് നിങ്ങൾ പഠിക്കുന്നത്. സോ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കണം. ഇവിടെ നിങ്ങൾക്ക് വലിയൊരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. എസ്സേ ടൈപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും മേ ബി നിങ്ങൾക്ക് വരാൻ ചാൻസ് ഇല്ല. കൂടുതൽ നിങ്ങൾക്ക് ഇതേപോലെയുള്ള 1 വേർഡ് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. സോ ഇക്കണോമിക് സ്റ്റഡീസ് ദ ആസ്പെക്ട് ഓഫ് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, എക്സ്ചേഞ്ച്, ഓൾ ഓഫ് ദി എബോവ് എന്നാണ് പറയുന്നത്. ഇക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? സാമ്പത്തിക ശാസ്ത്രം എന്നൊക്കെ പറയും അല്ലേ? അതിൽ തന്നെ എക്കണോമിക്സ് അല്ലല്ലേ നമ്മൾ ഒരു സാധനങ്ങൾ, ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മൾ നമ്മുടെ നീഡ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നു, അതിന് വേണ്ടിയിട്ടുള്ളതാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുഡ്സ് ആൻഡ് സർവീസസ് ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഏത് സബ്ജക്റ്റിൽ വരുന്നതാണ്? എക്കണോമിക്സിൽ വരുന്നതാണ്.
ഡിസ്ട്രിബ്യൂഷൻ ആണ് നെക്സ്റ്റ് ഉള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. ഡിസ്ട്രിബ്യൂഷൻ, വിതരണം, അതും ഏതിൽ തന്നെയാണ് വരുന്നത്? നമ്മുടെ എക്കണോമിക്സിൽ തന്നെയാണ് വരുന്നത്. നെക്സ്റ്റ് എക്സ്ചേഞ്ച്, കൈമാറ്റം. എക്സ്ചേഞ്ച് പലതരത്തിലാവാം, പലതരത്തിലുള്ള എക്സ്ചേഞ്ച് ഉണ്ട്. അത് നമ്മൾ വെറുതെ കൊടുക്കുന്നതാവാം, ഒരു കടയിൽ പോയി സാധനങ്ങൾ വാങ്ങുന്നതാവാം, ഇതൊക്കെ എക്സ്ചേഞ്ച് ആണ്. അതൊക്കെ എന്തിലാണ് വരുന്നത്? ഡെഫിനറ്റ്ലി എക്കണോമിക്സിലാണ് വരുന്നത്. സോ എക്കണോമിക്സിലാണ് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, എക്സ്ചേഞ്ച് എല്ലാം വരുന്നത്. അപ്പോൾ എന്തായിരിക്കും ആൻസർ? നിങ്ങൾക്ക് എന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഓൾ ഓഫ് ദി എബോവ്, ഡി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് മാച്ചസ് ടു വില്ലേജ് ലൈഫ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ഇതിലേതാണ് വില്ലേജ് ലൈഫിന് മാച്ച് ആയിട്ടുള്ളത് എന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇൻഡിവിജ്വലിസ് ആണ് ഫസ്റ്റ് ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് അർബൻ ഓറിയന്റഡ് ആണ്. തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഫീലിംഗ് ആണ്. ഡി ഓപ്ഷൻ എന്ന് പറയുന്നത് ടെക്നോസെൻട്രിക് ആണ്. ഏതായിരിക്കും? ഇതും നിങ്ങൾ ഒരുപാട് ബുക്ക് വായിച്ചിട്ടില്ലെങ്കിലും നമുക്കൊന്ന് ബുദ്ധിപരമായിട്ട് ആലോചിച്ചാൽ കിട്ടാവുന്നതേ അല്ലേ? നിങ്ങൾ തന്നെ പറയാം അല്ലേ? കാരണം എന്താ, നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് വില്ലേജ് ലൈഫുമായിട്ട് അല്ലെങ്കിൽ വില്ലേജുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏതാണ് എന്നുള്ളതാണ്. ഇൻഡിവിജ്വലിസം. ഒരു വില്ലേജിൽ ഇൻഡിവിജ്വലായിട്ട് നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കിയാണോ പോകുന്നത്? ആണോ? ഒരു വില്ലേജ് ലൈഫ് അങ്ങനെ ആയിരിക്കോ? ഒരിക്കലും ആയിരിക്കില്ല അല്ലേ? ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുന്നതായിരിക്കും. രണ്ടാമത്തേത് അർബൻ ഓറിയന്റഡ് ആണ്. വില്ലേജിൽ എങ്ങനെ നഗരം ഉണ്ടാകുന്നത്? നഗരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കുമോ? ഒരിക്കലുമല്ല. അതെന്താണ്? ഒരു വില്ലേജ് ലൈഫ് എന്ന് പറയുന്നത് എന്താണ്? കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ളതാണ് അല്ലേ? സോ അർബൻ ഓറിയന്റഡ് നമുക്ക് ഓപ്ഷൻ ആയിട്ട് വരില്ല. പിന്നൊരു ഓപ്ഷൻ ടെക്നോസെൻട്രിക് ആണ്. ഭയങ്കര ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിരിക്കുമോ ഒരു വില്ലേജ്? ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആണെങ്കിൽ വില്ലേജ് ലൈഫ് എന്ന് പറയണ്ടല്ലോ അല്ലേ? നമുക്ക് അതെന്ത് പറഞ്ഞാൽ മതി? സിറ്റീസ് എന്ന് അല്ലെങ്കിൽ അർബൻ ലൈഫ് എന്ന് പറഞ്ഞാൽ പോരെ. ഓക്കെ, സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഫീലിംഗ് ആണ്. ബിക്കോസ് എന്തുകൊണ്ടാണ് ഗ്രൂപ്പ് ഫീലിംഗ് എന്ന് പറയുന്നത്? വില്ലേജിലാണ് നമ്മൾ പരസ്പരം സഹായിച്ചും സ്നേഹിച്ചും, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ് വി ഫീലിംഗ് എന്ന് അല്ലെങ്കിൽ നമ്മൾ എന്നുള്ളൊരു ഫീലിംഗ് വരുന്നത് നമുക്ക് അർബൻ ലൈഫിൽ കിട്ടുമോ? അർബൻ ലൈഫിൽ നമുക്ക് മറ്റുള്ളവരെ തന്നെ നോക്കാൻ നേരം അല്ലേ? നമ്മുടെ ഒരു മതിലിൻ്റെ ഉള്ളിൽ നമ്മൾ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ, അതൊക്കെയാണ് ഇതിന് ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് അർബൻ ലൈഫിന്. ഓക്കെ, സോ ഗ്രൂപ്പ് ഫീലിംഗ്, മറ്റുള്ളവരുമായിട്ട് നമ്മൾ എന്നുള്ളൊരു ഫീലിംഗ്, നമ്മളെല്ലാവരും എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാകുന്നത് നമുക്ക് എവിടെയാണ്? ഡെഫിനറ്റ്ലി നമുക്കത് നമ്മുടെ വില്ലേജ് ലൈഫിൽ മാത്രമേ അത് എന്ത് ചെയ്യുള്ളൂ, കിട്ടുകയുള്ളൂ. സോ ആൻസർ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് എന്താണ്, സോഷ്യോളജിൻ്റെ നമ്മുടെ സബ്ജക്റ്റ് ആയിട്ടുള്ള സോഷ്യോളജിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറയുക, കോമൺ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിൽ കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയിട്ടുള്ളെങ്കിലും നമുക്ക് എന്താണ്, മനസ്സിലാക്കി വായിച്ചു പോയ ഒരാൾക്ക് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം സോഷ്യോളജിയിൽ അങ്ങനെയാണ്. സോഷ്യോളജിയിൽ എങ്ങനെയാണ്, മനസ്സിലാക്കി പഠിച്ചാൽ തന്നെ പിന്നെ കുറച്ച് നമ്മളത് ബുദ്ധിബലമായി ആലോചിച്ചാൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. ക്ലിയർ ആണോ? അപ്പോൾ സോ വി ആർ മൂവിങ് ടു അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മളെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. Which of the following is an element of difference between community and society? കമ്മ്യൂണിറ്റിയും സൊസൈറ്റിയും നമുക്ക് ഏറ്റവും അല്ലെങ്കിൽ സോഷ്യോളജിയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. കമ്മ്യൂണിറ്റി, സൊസൈറ്റി, അസോസിയേഷൻ, ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇതൊക്കെ പറയുന്നത് നമ്മൾ എന്താണ്, ഗ്രൂപ്പ്, പ്രൈമറി ഗ്രൂപ്പ്, സെക്കൻഡറി ഗ്രൂപ്പ്, ഇതൊക്കെ നമ്മൾ അറിയണം. പിന്നെ ഇത്രയും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ട് വേണം പോവാൻ. പ്രൈമറി ഗ്രൂപ്പ്, സെക്കൻഡറി ഗ്രൂപ്പ്, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി, സൊസൈറ്റി, ഇൻസ്റ്റിറ്റ്യൂഷൻ, അസോസിയേഷൻ, ഇത് കാണാതെ പഠിക്കണം എന്നല്ല പറഞ്ഞത്, നിങ്ങളത് മനസ്സിലാക്കി വെക്കണം. അപ്പോഴേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, ഒരു ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്കത് നിങ്ങളുടെ ഇതായിട്ടുള്ള രീതിയിൽ എഴുതാൻ സാധിക്കുകയുള്ളൂ. ക്ലിയർ? അപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റിയും സൊസൈറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, അതിൽ ഏതാണ് എന്നുള്ളതാണ്. സോ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. എ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്. ബി എന്ന് പറയുന്നത് ലൈക്ക്നെസ് ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ളതാണ്. സി എന്ന് പറയുന്നത് ഡെഫിനറ്റ് ലൊക്കാലിറ്റി എന്നാണ്. ഡി എന്ന് പറയുന്നത് സെന്റിമെന്റ് ഓഫ് വൺനെസ് എന്നുള്ളതാണ്. നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്, അല്ലെങ്കിൽ ഇവർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ്, കമ്മ്യൂണിറ്റിയും സൊസൈറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നുള്ളതാണ്. അപ്പം നമ്മളിവിടെ ഡിഫറൻസ് ആണ് എഴുതേണ്ടത്. ഇതിൽ മെയിനായിട്ട് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് എന്താണ്,
എന്താണ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ? നമ്മൾ ഒരു പ്രത്യേക ജോഗ്രഫിക്കൽ ലൊക്കേഷനിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക ടെറിട്ടറിയിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്ലേസിൽ നമ്മൾ കുറച്ച് ആളുകൾ ജീവിക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സൊസൈറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ജോഗ്രഫിക്കൽ ലൊക്കേഷനിൽ ജീവിക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അവരെയാണ് നമ്മൾ, ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഈ കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താണ്? ജോഗ്രഫിക്കൽ ലൊക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ടെറിട്ടറി തന്നെയാണ്. സോ അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്? സി ആയിട്ടുള്ള ഡെഫിനിറ്റ് ലൊക്കാലിറ്റി എന്നാണ് പറയുന്നത്. സൊസൈറ്റി എന്ന് പറയുന്നത് എന്താ? അങ്ങനെയാണോ? സൊസൈറ്റി ഒരിക്കലും അങ്ങനെയല്ല, അത് ബിയോണ്ട് ദി ലൊക്കേഷൻസ് ആണ്. അതായത് ബിയോണ്ട് ദി ലൊക്കേഷൻസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത്, ഒരു ഇന്ത്യയിൽ നമ്മൾ ജീവിക്കുന്നത്, നമ്മുടെ സമൂഹത്തിലുള്ള ആളെ നമ്മൾ ബിഹേവ് ചെയ്യുന്നത്, നമ്മുടെ നോംസും ഇൻസ്ട്രക്ഷൻസും നമ്മുടെ ഇവിടെ നിയമങ്ങളും നമ്മളെ ബിഹേവ് ചെയ്യുന്നതും എല്ലാം എന്താണ്? സൊസൈറ്റിയിലാണ് പെടുന്നത്. അതിനൊരു ഡെഫിനറ്റ് ടെറിട്ടറി എന്നുണ്ടോ? ഈ ഒരു സൊസൈറ്റി എന്ന് പറയാൻ നമുക്ക് ഡെഫിനറ്റ് ടെറിട്ടറി എന്ന് വേണോ? അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള മൊത്തം ആളുകൾ, ലോകത്തിലുള്ള മൊത്തം ആളുകൾ നമ്മളൊരു സൊസൈറ്റി ആയിട്ട് നമുക്ക് കണക്കാക്കാം. പക്ഷേ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അങ്ങനെയാണോ? അല്ല. ഒരു ടെറിട്ടറിയിൽ, ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ടെറിട്ടറിയിൽ, ലൊക്കേഷനിൽ ജീവിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ജോഗ്രഫിക്കൽ ഏരിയ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആദ്യം ഓർമ്മ വരേണ്ടത് ഒരു ഡെഫിനറ്റ് ടെറിട്ടറി ഉണ്ടായിരിക്കും, ജോഗ്രഫിക്കൽ ഏരിയ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. സോ ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് ഈ ഒരു സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ഉള്ളത്. ക്ലിയർ? ഓക്കെ. ബാക്കി എന്ത് ചെയ്യാം? നമ്മളിപ്പോൾ 4 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ ടെൻഷൻ എടുക്കണം, നമ്മൾ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പറും ചെയ്തിട്ടേ പോവുള്ളൂ. നിങ്ങൾ ഇവിടുന്ന് പഠിപ്പിച്ചിട്ടേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, എക്സാമിന് വിടുന്നുള്ളൂ കേട്ടോ. ഓക്കെ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിൻ്റെ അല്ലെങ്കിൽ അടുത്ത പാർട്ടുമായിട്ട് വരാം. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം, എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ. സോ താങ്ക് യു so much.